കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ UDF വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. DCC പ്രസിഡന്റ് എ തങ്കപ്പനാണ് എന്നോടൊപ്പം ഉള്ളത്. ആദ്യം പാലക്കാട് നഗരസഭയിൽ നിന്ന് തുടങ്ങാം. പാലക്കാട് നഗരസഭ ഇപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ LDFും സ്വതന്ത്രനെയും കൂട്ടി UDF ഒരു അധികാരത്തിലേക്ക് വരുന്ന സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അതോ അത് മറ്റ് ചില പ്രശ്നങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണോ? ഇപ്പോൾ ഒന്നും ആലോചിച്ചിട്ടില്ല. നമ്മുടെ ആഗ്രഹത്തിൻ്റെ BJP മാറ്റി നിർത്തുക എന്നുള്ള UDFൻ്റെ മൊത്തമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഇതാണ്. അതെങ്ങനെയാണ് അത് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുക? എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ല ആർക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നേതാക്കന്മാരെ ആലോചിച്ച് അതിൻ്റെ നല്ലൊരു മാർഗ്ഗമാണെങ്കിൽ 100% അത് സ്വീകരിക്കും. പക്ഷേ ആ നല്ല മാർഗം എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും കൂടി ആലോചിക്കേണ്ടിയിരിക്കും. അതിൻ്റെ ഭാവിയിലേക്കുള്ള അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കും. 100%. നമ്മൾക്കൊരു ഒരു ലക്ഷ്യം വെച്ച് മാത്രം മാറ്റി നിർത്തിയാൽ പോരല്ലോ. നമുക്ക് ജനങ്ങൾക്ക് കൂടി നമ്മുടെ വോട്ട് ചെയ്ത വോട്ടേഴ്സും അവർക്ക് കൂടി ഇഷ്ടപരമായിട്ടുള്ള തീരുമാനമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് നേതാക്കന്മാരൊക്കെ ആലോചിച്ച് എല്ലാ ആളുകളും ആലോചിച്ച് നല്ല മാർഗ്ഗമാണെങ്കിൽ സ്വീകരിക്കും, അല്ലാതെ പോട്ടെ എന്ന് വയ്ക്കും. അത് പിന്നെ എന്ന് ഉണ്ടാവും? കാരണം ഇനിയിപ്പോൾ ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാൻ പോവുകയാണ്. സാധാരണഗതിയിൽ അവർക്ക് ഈ ആദ്യ തവണ വരുമ്പോഴും കേവല ഭൂരിപക്ഷം ഇല്ല. അന്ന് UDFും LDFും BJP ഒക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അവർ ജയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെ ഒന്നിക്കുകയാണെങ്കിൽ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വേണമല്ലോ. 100% വേണം. അതൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ദിവസങ്ങളുണ്ടല്ലോ, ഇതിനിടയിൽ നേതാക്കന്മാരൊക്കെ ആലോചിച്ച് ഒരു യുക്തമായിട്ടുള്ള ഒരു മാറ്റി നിർത്താൻ പറ്റുന്ന വല്ല വഴിയുണ്ടെങ്കിൽ അത് ആലോചിക്കും. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലാണ്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ മുൻ DCC പ്രസിഡന്റാണ്, ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റും MLA ഒക്കെ ആയ AV ഗോപിനാഥ് ഉൾപ്പെടെ പരാജയപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് CPM അവിടെ ഈ ഒറ്റയ്ക്ക് ഭരണത്തിലേറാൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ നമ്മളെല്ലാവരും ബിഗ് സീറോയാണ്. ഈ പാർട്ടിയാണ് നമ്മളെയൊക്കെ എല്ലാം ആക്കിയത്. ഗോപിനാഥനാക്കിയതും പാർട്ടി തന്നെയാണ്, തങ്കപ്പനാക്കിയതും പാർട്ടി തന്നെയാണ്, നേതാക്കന്മാരെയൊക്കെ ആക്കിയത് പാർട്ടിയാണ്. നമുക്ക് തോന്നുകയാണ് നമ്മൾ അതിനപ്പുറമാണെന്നുള്ളത്. അത് പോകുമ്പോൾ അറിഞ്ഞാൽ വില മനസ്സിലായില്ലേ. പാർട്ടിയാണ് നമ്മളെല്ലാം ആക്കിയത്. പാർട്ടി പോകുമ്പോൾ അടിതെറ്റുന്നത് ഗോപിനാഥനും തന്നെ തങ്കപ്പനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഈ ഗോപിനാഥ് ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും ഈ പെരിങ്ങോട്ടുകുറിശി ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു മണ്ണായി തന്നെ നിലനിൽക്കുന്നു എന്നാണ്. 100% കോൺഗ്രസ്സുകാരാണ്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ആ മത്സരിച്ചവർക്ക് ഒരു ചായ കുടിക്കാനും ആഹാരം കഴിക്കാനും സാമ്പത്തിക ശേഷി ചിലവാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം സീറ്റ് 10-12 സീറ്റ് കിട്ടും. ആ പാവങ്ങളായിട്ടുള്ള ആളുകൾ, ഒരു സംവിധാനത്തിനെതിരെ പാവങ്ങൾ ഓർക്ക് നോക്കണം. 1 വരെയുള്ള സംവിധാനം CPM ഒരു ഭാഗത്ത്, ഒന്നുമില്ലാത്ത ഇന്നലെ വരെ ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾ മത്സരിക്കുകയാണ്, ഓർക്കണം. അവരാണ് ജയിക്കുന്നത്. അതിൽ എന്തെങ്കിലും അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ ഒന്നുകൂടി കഴിഞ്ഞെങ്കിൽ 100% ഇവിടെ ബെമ്പിച്ച പുരുഷൻ എന്തായാലും ഈക്വലായി നിൽക്കുന്നുണ്ട്. ടോസിലൂടെയെങ്കിലും ആ പഞ്ചായത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടാൻ നോക്കും. അതായത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവിടെ മത്സരിച്ചത്. മറു ടീം വലിയ പണം ചെലവാക്കിയിരുന്നു. 100% അവിടെ നിങ്ങൾ മത്സരിച്ച ആൾ നോക്കും. രവിശങ്കർ കോടീശ്വരനാണ്. അവരൊക്കെ കൂട്ടുപിടിച്ച് അവർ മത്സരിച്ചത്, അവരൊക്കെ തോറ്റു. നമ്മളെ ഒന്നുമില്ലാത്ത പാവങ്ങൾ ജയിച്ചു വരികയാണ്. അവർക്ക് ഞാൻ ചായക്കോ ആഹാരത്തിനും പൈസ തന്നെ നന്നായിട്ട് കൊടുക്കാൻ കിട്ടിയെങ്കിലല്ലോ ജയിച്ചേനെ ഉറപ്പായിട്ട്. എന്നിട്ടും ആ കോൺഗ്രസിന് മണ്ണ് എന്നുള്ള തെളിവാണ്. അപ്പോൾ ഞാനൊരു കാര്യമുണ്ട്, പാർട്ടിക്ക് അതീതരല്ല എല്ലാവരും. അത് മുമ്പ് എല്ലാവരും ആടിത്തെറ്റും, അതാദ്യം മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തി. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് DCC ഓഫീസിലേക്ക് വന്ന് DCC പ്രസിഡന്റിനെ കാണുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനാണ് 3 കൗൺസിലർമാരും ഈ തോറ്റൊരു സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ പോയത്. അങ്ങനെയില്ല. അതെ, അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞാൽ നിങ്ങളാരോ വിളിച്ചന്വേഷിച്ചപ്പോൾ ആഹ്ലാദപ്പെടത്തിനിടെ പോയി കണ്ടു എന്നല്ലാതെ കാണാൻ ആരും പോയിട്ടില്ല. ആഹ്ലാദപ്പെടാൻ അവർ കാണുമ്പോൾ ആരാലും വിഷയമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായി. MLA ഓഫീസിലേക്കാണ് പോയത്. അതെ, മുന്നിലൂടെയാണ് പേടം നടത്തുന്നത്. അതിനടുത്ത് ജയിച്ച ആൾ അതിന് മുന്നിലൂടെ പേടം നടത്തണ്ടായി. മോഹൻ ബാബു പറയുന്ന കൗൺസിലർ, അതുപോലെ 2-3 കൗൺസിലർമാരുണ്ട്, അവർ ഒന്നിച്ചാണ് ജോയിൻ്റ് പേടം നടത്തി. ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് അവിടെ? എല്ലാം ഞങ്ങൾ ആഹ്ലാദപ്പെടത്തിനിടെ കണ്ടുമുട്ടി എന്നല്ലാതെ കാണാനൊന്നും ആരും പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴും പറയാം, ഇത് പൊക്കോട്ടെ. ഇതല്ലെങ്കിൽ നാളെ അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ഒന്നുമല്ല. അദ്ദേഹം മഴിനാറി പോകണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടി അദ്ദേഹം കൂട്ടിപ്പിടിക്കുന്ന പരിപാടി ഒരു കൗൺസിലർമാരും ഉണ്ടാവില്ല, ഒരു പാർട്ടിക്കാരും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പോയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പാർട്ടി തല അന്വേഷണം നടക്കുന്നുണ്ടോ? നടപടിയിലേക്ക് പോകുമോ? ഇല്ല. അതിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്ക് എനിക്കിതാണ്, ആഹ്ലാദപ്പെടുന്നതിൽ കണ്ടുമുട്ടിയെന്നാണ്. പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ലല്ലോ, അത്രേ ഉള്ളൂ.
അങ്ങനെ ഒന്നും ഇനിയില്ലേ നമുക്ക് നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കും. ഇപ്പോൾ ഈ KSUവിൻ്റെ ഒരു ഭാരവാഹി അടക്കമുള്ള ആളുകൾ രാഹുലിനൊപ്പം ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ പാർട്ടി അച്ചടക്ക നടപടി എടുത്ത പശ്ചാത്തലത്തിൽ ആ രീതിയൊക്കെ അവലംബിക്കുന്നത് ശരിയാണോ? അവയാളെ ഞെട്ടിപ്പോയി. ഞാനവിടെ യാദൃച്ഛികമായിട്ട് വേറൊരു ഫ്ലക്സിൻ്റെയും മറ്റു കാര്യത്തിൽ പോയതാണെങ്കിൽ എന്നോട് എല്ലാവരും കൂടി വിളിച്ചു ചോദിച്ചു എന്ന് പറയണവർ. അയാൾ എന്നെ വിളിച്ചു, അവൻ്റെ അച്ഛനും പറഞ്ഞു വിളിച്ചു, ഇങ്ങനെയാണ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഒരു യാദൃച്ഛികമായി കണ്ടുമുട്ടിയാൽ അവൻ എങ്ങനെ പോയി എന്ന് പറയരുത്. ദൈവം ചെയ്തിട്ട് അവൻ്റേതായിട്ട് ജീവിതമാർഗ്ഗമാണ് ഈ ഫ്ലക്സും മറ്റു കാര്യങ്ങളൊക്കെ. അതിൻ്റെ പൈസയ്ക്കും മറ്റൊക്കെ പോയതാണ്, വേറൊന്നുമില്ല അതിനകത്ത്. ഇപ്പോൾ ഈ രാഹുൽ അങ്കൂട്ടത്തിൽ ആദ്യം വന്ന് ഈ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും കോൺഗ്രസിൻ്റെ പല വേദികളിലും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണോ? ഉറപ്പ് ഔദ്യോഗികമായിട്ടുള്ളൊരു പോയതിലും അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളത് നോക്കുകയും ചെയ്യും, പഠിക്കണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ ഒരു ആഹ്ലാദത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് തങ്കപ്പൻ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർ.